ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഹോം, സെക്കൻഡ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും എനിക്ക് ഭയങ്കര എന്താണ് പറയുക, മനസ്സുകൊണ്ട് വല്ലാത്ത അടുപ്പമുള്ളൊരു സ്ഥലത്തേക്കാണ്. മിക്കവർക്കും അങ്ങനെ ഒരു സ്ഥലം തന്നെ ആയിരിക്കും. ഭയങ്കരമായിട്ട് സമാധാനം കിട്ടുന്ന ഒരു പ്രത്യേകതരം എന്താ പറയുക, ഒരു അനുഭൂതി കിട്ടുന്നൊരു എൻ്റെ ഒരു ഇഷ്ട സ്ഥലമാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഈ രണ്ട് മക്കൾക്കും അവിടെ ഒരു നേർച്ച, അതായത് നമ്മുടെ ടീച്ചറിൻ്റെ ഒരു നേർച്ചയാണ്. ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അവിടെ. ഞങ്ങൾ പോകുന്നത് മൂകാംബികയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ എത്ര പ്രാവശ്യം പോയാലും എനിക്ക് മതിയാവാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് മക്കൾക്ക് ഡാൻസ് അവതരിപ്പിക്കാനൊരു അവസരം കിട്ടിയത്. മോളുടെ തന്നെ ടീച്ചറായ പാർവതി ടീച്ചറിൻ്റെ ഡാൻസ് സ്കൂളിൽ നിന്ന് തന്നെയാണ് കുറച്ച് കുട്ടികളും ടീച്ചറും ഒക്കെ ആയിട്ട്. ടീച്ചറിനും ഒരു നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു ഭയങ്കര തിടുക്കമുള്ളൊരു ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി പ്രാർത്ഥിച്ചു. ഇളയാൾക്കും വലിയ സുഖമില്ലായിരുന്നു. അവൾക്ക് നല്ല സുഖമില്ലാത്ത ദിവസമായിരുന്നു. കണ്ണിനൊക്കെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അമ്മയും അച്ഛനും അനിയത്തിയും എല്ലാവരുമായിട്ട് ഞങ്ങളെല്ലാവരുമായിട്ട് പോയി. അവിടെ എപ്പോൾ എങ്ങനൊരു അവസരം കിട്ടിയാലും പോവാതിരിക്കില്ല ഞാൻ. അത്രയ്ക്ക് എനിക്ക് അടുപ്പമാണ് അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി, അമ്പലത്തിൽ പോയി രാവിലെ പ്രാർത്ഥിച്ചു. പിന്നെന്താ പറയുക, അവിടെ ഒക്കെ കുറച്ച് നേരം കറങ്ങി നടന്നു, ഫോട്ടോസ് എടുത്തു. അതിനൊന്നും എന്നത്തെയും പോലൊരു സമയമൊന്നും കിട്ടിയില്ല. എന്നാലും പിന്നെ അങ്ങനെയൊക്കെ പോയി. രാവിലെ പോയി ഒന്ന് തൊഴുതിട്ട് ഞങ്ങൾ വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു നേരം പോയി. വൈകിട്ട് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ സാധിച്ചില്ല. കാരണം പിള്ളേർക്ക് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് നടന്നില്ല. അന്ന് വൈകിട്ട് തന്നെയായിരുന്നു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലൊക്കെ ആയിരുന്നു പോയത്. നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്താണ് പറയുക, ഒരു അവസരം കിട്ടുന്നതല്ലേ, അപ്പോൾ എന്തിനാണ് അത് കളയുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ വയ്യായിരുന്നിട്ട് പോലും ഞങ്ങൾ പോയി. പിന്നെ അവിടുന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് നടന്നില്ല. അപ്പോൾ വിചാരിച്ചു ഉച്ചയ്ക്കെങ്കിലും ഒരു നേരം അമ്മയുടെ അവിടെ നിന്നൊരു ഭക്ഷണം കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളാണെന്ന് തോന്നുന്നു ഏറ്റവും ആദ്യം ചെന്നത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് നേരത്തെയാണ് ചെന്നത്. അമ്പലത്തിൽ നിന്ന് നേരെ പ്രാർത്ഥിച്ചിട്ട് നേരെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. മുന്നേ ഞങ്ങൾ പോകുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു വലിയ ഹാളിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ കുറച്ചും കൂടി അത് മാനേജ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്യൂ ഒക്കെ വെച്ചിട്ട് നമ്മളെ ഇരുത്തി ഒക്കെയാണ് ഫുഡ് തന്നത്. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഇളയാൾക്ക് ആ ഫുഡ് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് അവൾക്ക് വയ്യ. അപ്പോൾ അത് കാരണം അതവൾക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞങ്ങൾ അമ്മയുടെ ഒരു പ്രസാദമല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ പായസമൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ചെറിയ ചെറിയ പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേക്കപ്പിനാണ് പോയത്. മേക്കപ്പ് ചെയ്യാനായിട്ട് പോയി. അവൾക്ക് ഫസ്റ്റ് ടൈമാണ് ഭരതനാട്യം മേക്കപ്പ് ചെയ്യുന്നത്. അവളുടെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ആദ്യത്തെ ഭരതനാട്യം സ്റ്റേജ് തന്നെ മൂകാംബിക ദേവിയുടെ അടുത്ത് തന്നെ ചെയ്യാൻ പറ്റി. അത് വലിയൊരു കാര്യമായിരുന്നു. എന്തോ ഒരു ഭാഗ്യം അവൾക്ക്. അവളുടെ ശരിക്കും പറഞ്ഞാൽ ചിലങ്ക പൂജ പോലും കഴിഞ്ഞിട്ടില്ല. ആദ്യം തന്നെ മൂകാംബിക ദേവിയുടെ അടുത്താണ് കളിക്കാൻ പോയത്. അപ്പോൾ കണ്ണ് സുഖമില്ലാത്തതുകൊണ്ട് അവളായിരുന്നു ഏറ്റവും ലാസ്റ്റ് മേക്കപ്പ് ചെയ്തത്. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്തയാൾ രാവിലെ മേക്കപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ ആളെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ എല്ലാവരും അവിടെ ഏകദേശമൊക്കെ മേക്കപ്പൊക്കെ കഴിയാറൊക്കെ ആയി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എൻ്റെ മക്കളിലൂടെ കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഇവളുടെ മൂത്തയാളുടെ ഒരു സോളോ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പെർഫോമൻസൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ദേവിയുടെ നടയിലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കൂടി എനിക്ക് അവിടെ ഉണ്ട്. പിന്നെ രണ്ടുപേരുടെയും ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സമാധാനമായിട്ട്